ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ജർമ്മനിയിലെ സ്കൂളിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ്. കിൻഡർ ഗാർഡനിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് പാരൻസിന് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. സ്കൂളിൽ എങ്ങനെയാണ്, എന്തൊക്കെ സബ്ജക്ട്സ് ആണുള്ളത്, അവരെങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്, നമ്മുടെ നാട്ടിലെ പഠിപ്പിക്കുന്ന രീതിയിലാണോ ഇവിടെയും പഠിപ്പിക്കുന്നത്, അങ്ങനെ പല പല സംശയങ്ങളുണ്ടാവും. ഈ പറഞ്ഞ പോലെ എനിക്കും ഉണ്ടായിരുന്നു സംശയങ്ങൾ. എൻ്റെ മോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ അത് ഞാൻ എൻ്റെ ഇവിടെയുള്ള കുറേ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പക്ഷേ ഓരോ സ്കൂളിലെയും രീതി വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മോളുടെ സ്കൂളിൻ്റെ കാര്യം പറയാം. അവളിപ്പോൾ 2ാം ക്ലാസ്സിലാണ്. 2ാം ക്ലാസ് ഇപ്പോൾ കഴിയാറായി, ഇനി 3ാം ക്ലാസ്സിലേക്ക്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ മോൾക്ക് ജർമ്മൻ ഒന്നും ഒട്ടും അറിയില്ലായിരുന്നു. അവൾക്ക് സ്കൂളിൽ പോകാൻ ഒരു വർഷം മുന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. നാട്ടിൽ അവൾ LKG UKG കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇവിടെ 1ാം ക്ലാസ് തൊട്ടാണ് അവൾ ജോയിൻ ചെയ്തത്. അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ അവളൊരു 10 മന്ത്സോളം കിൻഡർ ഗാർഡനിൽ പോയി. അവിടെ നിന്നാണ് അവൾ ബേസിക് ജർമ്മൻ പഠിച്ചത്. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കുറേ നന്നായിട്ട് ജർമ്മൻ പറയാൻ തുടങ്ങി. അത് അവിടെ കിൻഡർ ഗാർഡനിലുള്ളവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ അവളെ. അവർ ആദ്യമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു ഇംഗ്ലീഷിൽ, കാരണം അവർക്ക് കുറേശ്ശെ ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അപ്പോൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അത് മോളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് കിൻഡർ ഗാർഡനിൽ സ്കൂളിൽ നിന്ന് ഇവാലുവേഷൻ വരും. ഓരോ കിൻഡർ ഗാർഡനിൽ സ്കൂൾ ഗോയിങ് കിഡ്സ് ഉള്ള കിൻഡർ ഗാർഡനിലൊക്കെ സ്കൂളിൽ നിന്ന് ഇവാലുവേഷൻ വരും. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ മോള് 1ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ കംപ്ലീറ്റ്ലി ഫിറ്റ് ആണെന്ന് അവർ അപ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവൾ ക്ലാസ് 1ൽ ജോയിൻ ചെയ്തു. അപ്പോൾ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് 1ാം ക്ലാസ്സിലുണ്ടാകുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കൺസേൺ. ഇംഗ്ലീഷ് ഉണ്ടാവുമോ? കാരണം നമുക്ക് പൊതുവെ ഒരു സംസാരം ഉണ്ടല്ലോ, ജർമ്മൻസ് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഏത് ക്ലാസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായിരുന്നു ഏറ്റവും ആദ്യത്തെ പ്രശ്നം. അപ്പോൾ ബേസിക്കലി ഇവർക്ക് ക്ലാസ് 1ൽ സബ്ജക്ട്സ് എന്ന് പറയാനായിട്ട് 2 ഉള്ളൂ, മാത്സും ഡോയ്ച്ചും. പിന്നെ ഉള്ളത് സ്പോർട്സ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, കുൻസ്റ്റ് ഉണ്ട്. കുൻസ്റ്റ് എന്ന് വെച്ചാൽ ക്രാഫ്റ്റ് ഉണ്ട്. പിന്നെ EVS ഉണ്ട്. ഇതാണ് ക്ലാസ് 1ൽ. ഇത് തന്നെയാണ് ക്ലാസ് 2ലും. പിന്നെ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർക്ക് 3ാം ക്ലാസ് വെച്ചിട്ടാണ്. 3ാം ക്ലാസ്സിൽ ഈ സബ്ജക്ട്സ് കൂടാണ്ട് എക്സ്ട്രാ 2 സബ്ജക്ട്സും കൂടെ ആഡ് ആവും. അതായത് ഇംഗ്ലീഷും സ്വിമ്മിങ്ങും ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ മോള് 3ാം ക്ലാസ്സിലേക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് അവിടെ വരെയുള്ള കാര്യങ്ങൾ അറിയാം. ഇനി ക്ലാസ് 4ൽ ഏതൊക്കെ സബ്ജക്റ്റാണ് വരുന്നതെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇതുവരെ എനിക്കറിയാം. അപ്പോൾ ഇവർ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത് ഇപ്പോൾ ആൽഫബറ്റ്സ് എല്ലാം ആ സെയിം ഓർഡറിലല്ല അവർ പഠിപ്പിക്കുന്നത്. നമുക്ക് പിള്ളേർക്ക് എഴുതാൻ എളുപ്പത്തിനുള്ള ആൽഫബറ്റ്സും ആ ഒരു ഫോണിക് സൗണ്ട് വെച്ചിട്ടൊക്കെയാണ് അവർ ആദ്യം പഠിപ്പിക്കുന്നത്. പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങി കുറച്ചൊരു 1 മന്ത് കഴിയുമ്പോൾ തന്നെ ഇവർ വായിക്കാനും പഠിക്കും ആ കൂടെ തന്നെ. ഇപ്പോൾ ലാല, മാമ അങ്ങനെയുള്ള വാക്കുകളൊക്കെ അവർ പഠിപ്പിച്ചു തുടങ്ങും. അപ്പോൾ അവർ തുടക്കം തൊട്ടേ തന്നെ വായിക്കാനും പഠിക്കും. ഇപ്പോൾ മോൾ LKG UKG നാട്ടിൽ പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ CAT എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് എഴുതി പോവായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ എഴുതി പഠിക്കുന്ന രീതിയില്ല. എല്ലാം അവർ ആ ഒരു ഫ്ലോയിനാണ് പഠിച്ചോണം. ഒന്നും കാണാപ്പാടം പഠിക്കുന്ന പ്രശ്നമേ ഇല്ല. എല്ലാം ആ ഒരു ഫ്ലോയിന് അവർ ആ ഒരു സൗണ്ട് വെച്ചിട്ട് എല്ലാം പഠിച്ചു. ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ രീതി അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മാത്സും ഇവിടെ കാണാപ്പാടം പഠിക്കുകയല്ല. ഇപ്പോൾ അഡീഷൻ ആണെങ്കിലും അവർ പല രീതിയിലാണ് അഡീഷൻസ് ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കൂളിൽ അവർ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സെയിം മെത്തേഡിൽ നമ്മൾ വീട്ടിൽ പഠിപ്പിക്കാൻ നോക്കുക. അല്ലെങ്കിൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവും. സ്കൂളിൽ ഫോളോ ചെയ്യുന്ന രീതി തന്നെ നമ്മൾ വീട്ടിലും ഫോളോ ചെയ്യാൻ നോക്കുക. അതായിരിക്കും അവർക്ക് നല്ലത്. പിന്നെ 1ാം ക്ലാസ്സിൽ ഫുള്ള് മാത്സിൽ പറയുകയാണെങ്കിൽ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുന്നത്. അതിവർ നമ്മളിപ്പോൾ അഡീഷൻ ഏത് നമ്പറിൽ ചോദിച്ചാലും അവർ പെട്ടെന്ന് പറയും. ആ ഒരു രീതിയിലേക്ക് അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരും. എപ്പോഴും ഈ വിരലെടുത്ത് എണ്ണുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും
അല്ല. ബേസിക്കായിട്ട് ആദ്യം അവർ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഓക്കെ വിത്ത് ഫിംഗേഴ്സ് കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കും. പിന്നെ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു വർഷം മൊത്തം അവരതാ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ആകെ ബോറടിച്ചു, ഇത് തന്നെയുള്ളോ. പക്ഷേ പേടിക്കണ്ട, 2ാം ക്ലാസ്സിലേക്ക് കയറുമ്പോഴും അത് തന്നെയാണ് ഉള്ളത് പഠിക്കാനായിട്ട്. മാത്സ് അഡീഷൻ തുടങ്ങും, പിന്നെ 2 ഡിജിറ്റ്, പിന്നെ ക്യാരി ഫോർവേഡ് സബ്സ്ട്രാക്ഷൻ വരും, ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സബ്സ്ട്രാക്ഷൻ വരും, വലിയ നമ്പേഴ്സിൻ്റെ സബ്സ്ട്രാക്ഷൻ, അതെല്ലാം അവർ പഠിക്കും. അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ച പോലെ അല്ല, കാണാപ്പാഠം പഠിപ്പിക്കുകയല്ല. പിന്നെ അടുത്തതായിട്ടുള്ളൊരു സംശയമാണ് ഹോംവർക്കുകൾ ഉണ്ടാവുമോ എന്നുള്ളത്. ഹോംവർക്കുകൾ അധികമൊന്നും ഉണ്ടാവാറില്ല. മേ ബി വീക്ക്ലി വൺസൊക്കെ എന്തെങ്കിലും ഹോംവർക്ക് തരാറുള്ളൂ. അത് സ്കൂളിലിരുന്ന് ചെയ്ത് തീർന്നില്ലെങ്കിൽ മാത്രമേ അവരത് വീട്ടിലേക്ക് കൊടുത്തു വിടുള്ളൂ. ഇവിടെ 2 ടൈപ്പ് സ്കൂളിംഗ് ഉണ്ട്. അതായത് ഫുൾ ഡേ ഉണ്ട്, ഹാഫ് ഡേ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഫുൾ ഡേ സ്കൂളിങ്ങിലാണ് മോളെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആഫ്റ്റർനൂൺ വരെ ശരിക്കും ക്ലാസ്സസ് ഉള്ളൂ. ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ടുള്ള സെഷൻ ഇവർക്ക് ഇതുപോലുള്ള വർക്കൊക്കെ അവിടെ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവർ ആ വർക്കൊക്കെ അവിടെ നിന്ന് ചെയ്യും. ഇൻ കേസ് തീർന്നില്ലെങ്കിൽ മാത്രമേ വീട്ടിലേക്ക് അവരത് കൊണ്ടുവരുള്ളൂ. പിന്നെ ബുക്സ് ഒന്നും വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുവരില്ല. പിന്നെ അടുത്ത സംശയം എന്ന് വെച്ചാൽ എക്സാംസിനെ കുറിച്ചാണ്. എക്സാംസ് നടത്താറുണ്ടോ? ഇയർലി ആണോ ക്വാർട്ടർലി ആണോ? ഇവർക്ക് എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്കൂളിലും ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. ജർമ്മൻ സ്കൂൾസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ മോളുടെ സ്കൂളിലാണെങ്കിൽ അവർ റെഗുലർലി എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. മേ ബി മന്ത്ലി എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്, സർപ്രൈസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ സാറ്റർഡേ സൺഡേ കഴിഞ്ഞ് നമ്മൾ മൺഡേ ചെല്ലുമ്പോഴത്തേക്ക് അവർ മാത്സിൻ്റെ 5 മിനിറ്റ് ടെസ്റ്റ്, അതായത് ഒരു 39 to 40 അഡീഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റൊക്കെയാണ് മോളുടെ സ്കൂളിൽ നടത്തുന്നത്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ അവിടെ അങ്ങനെ റെഗുലറായിട്ട് ടെസ്റ്റ് ഒന്നും നടത്താറില്ല. അപ്പോൾ ടെസ്റ്റിൻ്റെ കാര്യം ഇറ്റ് ഡിപ്പെൻസ് സ്കൂൾ ടു സ്കൂൾ. എന്തായാലും ക്ലാസ് 1ലും 2ലും ഒന്നും അങ്ങനെ എക്സാം നടത്തി വാലുവേറ്റ് ചെയ്ത് മാർക്സ് മേടിച്ച് അങ്ങനൊരു സംഭവം ഇല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ക്ലാസ് 1ൽ നിന്ന് ക്ലാസ് 2ലേക്ക് പോകാമെന്ന് വെച്ചു കുട്ടികൾ. പക്ഷേ ക്ലാസ് 2ൽ വെച്ച് ഇൻ കേസ് ആ ടീച്ചർക്ക് തോന്നുകയാണ് ഹീ ഈസ് നോട്ട് അപ് ടു ദ മാർക്ക്, അവൻ മാത്സ് നന്നായിട്ട് ചെയ്യുന്നില്ല, ഡോയ്ച്ച് ചെയ്യുന്നില്ല, നന്നായിട്ട് പറയുന്നില്ല, എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ആ ക്ലാസ്സിൽ തന്നെ ഇരുത്തില്ല. അവർ നേരെ ബാക്ക് ടു ക്ലാസ് 1ലേക്ക് വിടും. ഇപ്പോൾ 2ാം ക്ലാസ്സിലെ കുട്ടി ഇപ്പോൾ സെപ്റ്റംബർ ടു ഡിസംബർ വരെ ചിലപ്പോൾ ക്ലാസ് 2ലാണ് പഠിച്ചത്. അപ്പോൾ ടീച്ചർ നോക്കുമ്പോഴത്തേക്ക് ഇഫ് ഹി ഈസ് നോട്ട് പെർഫോമിങ് വെൽ, അവനെ ചിലപ്പോൾ ജാനുവരി തൊട്ട് വെക്കേഷൻ കഴിഞ്ഞ്, ഡിസംബറിലെ വെക്കേഷൻ കഴിഞ്ഞ് ജാനുവരി തൊട്ട് ക്ലാസ് 1ലായിരിക്കും അവർ പോയിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവർക്ക് മെയിൻ എക്സാം വരുന്നത് 4ാം ക്ലാസ്സിലാണ്. 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് ഉള്ളൊരു കോമ്പറ്റീഷനാണ് ഇവിടെ കൂടുതൽ. നമ്മുടെ നാട്ടിലൊക്കെ ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷ പോലെയാണ് ഇവിടെ 4ാം ക്ലാസ്സിലെ പരീക്ഷ ഇവർ കാണുന്നത്. അപ്പോൾ ആ സമയത്തായിരിക്കും പിള്ളേർ കൂടുതൽ പഠിപ്പിക്കുന്നതും പിള്ളേർക്കും കൂടുതൽ പഠിക്കേണ്ടി വരുന്ന ഒരു സമയം എന്ന് വെച്ചാൽ ക്ലാസ് 4ലാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. കാരണം എനിക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്താണ് 4ാം ക്ലാസ്സിലെ സബ്ജക്ട്സും കാര്യങ്ങളൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇനി അടുത്ത സംശയം, സ്കൂളിലേക്ക് പോകാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ മേടിക്കണം എന്നുള്ളതാണ്. ഇവർ നമുക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു ലെറ്റർ അയക്കും. അതിൽ എന്തൊക്കെ വേണം എന്നുള്ളത് മെൻഷൻ ചെയ്യും. ചിലവർ നമ്മൾ സ്കൂളിൽ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ലിസ്റ്റ് തരും എന്തൊക്കെ മേടിക്കണം എന്നുള്ളത്. പക്ഷേ മിക്കവർക്കും വീട്ടിലേക്ക് ഒരു പോസ്റ്റ് അയക്കുകയാണ് പതിവ്. ഇന്ന സാധനങ്ങൾ മേടിക്കുക. അതിൻ്റെ അകത്ത് എല്ലാം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇപ്പോൾ സ്കെയിൽ, എങ്ങനത്തെ സ്കെയിൽ വേണം, 15 സെൻറ്റിമീറ്ററിൻ്റെ ആണോ 30യുടെ ആണോ, പിന്നെ കളറിങ് സാധനങ്ങൾ, വാട്ടർ കളറിങ് പെൻസിൽസ്, അങ്ങനെ പിന്നെ പെൻസിൽസ് എഴുതാനായിട്ട് എങ്ങനത്തെ പെൻസിൽ വേണം, അതൊക്കെ അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുകൂടാണ്ട് നമുക്ക് സ്പോർട്സ് ഡ്രസ്സ് വേണ്ടി വരും, പിന്നെ സ്പോർട്സ് ഷൂ സെപ്പറേറ്റ് വേണ്ടി വരും. ഇത് നമ്മൾ സ്പോർട്സ് ഉള്ള ദിവസം നമ്മൾ സ്കൂളിൽ കൊണ്ടുപോവുക. പിന്നെ ചില സ്കൂളുകളിൽ പ്രശ്നമുള്ളത് നമ്മുടെ സാധനങ്ങൾ കാണാണ്ട് പോകും. ഇപ്പോൾ സ്പോർട്സ് വേറൊക്കെ കാണാണ്ട് പോകുന്ന പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്.
സ്പോർട്സ് ഷൂസ് ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ സ്പോർട്സ് ഉള്ള ദിവസം കൊണ്ടുപോവുക, അന്ന് തന്നെ വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരിക, അതായിരിക്കും നല്ലത്. പിന്നെ ഇൻ കേസ് നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ കാണാണ്ട് പോയിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ തന്നെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ സെക്ഷനിൽ നമ്മുടെ കാണാണ്ട് പോയ സാധനങ്ങളൊക്കെ സ്കൂളിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ട് വയ്ക്കും. അങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിള്ളേർക്ക് 3ാം ക്ലാസ് വരെ പ്രത്യേകിച്ച് സ്ട്രെയിനൊന്നുമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ്, ഭയങ്കര കംഫർട്ടബിളായിട്ട് റിലാക്സ്ഡ് ആയിട്ടാണ് കുട്ടികൾ പഠിച്ചു പോകുന്നത്. ഇവർക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ് ഒരു പകുതി മുക്കാൽ വരെ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. അത് കഴിയുമ്പോൾ അവർ കുറച്ചങ്ങ് സ്പീഡ് കൂട്ടും. ഇപ്പോൾ 2ാം ക്ലാസ് ഒരു നോർമൽ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്, കുഴപ്പമൊന്നുമില്ല. കാരണം 1ാം ക്ലാസ്സിൽ പിള്ളേർ ജോയിൻ ചെയ്യുമ്പോൾ അവർക്കൊന്നും അറിയില്ലല്ലോ, അപ്പോൾ ആദ്യം തൊട്ടേ പഠിപ്പിക്കണ്ടേ. അപ്പോൾ അവർ ആ ഒരു ഭയങ്കര സ്ലോലിയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ടപ്പെന്നും പറഞ്ഞിട്ട് അവർ സ്പീഡ് അങ്ങ് കൂട്ടും. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളി. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എനിക്കറിയാവുന്ന പോലെ ഞാൻ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.